Hi everyone, welcome back to my channel. Here I am going to read the notes for chapter 3, Chemical Messages for Homeostasis. Okay, detailed class is already taken, you can refer that. Here I am going to read the notes only. As heading Endocrine System. It is an organ system that controls and coordinates all activities in the body. It includes endocrine glands. Endocrine glands produce hormones. Hormones are chemical messengers that regulate cellular activities. നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്ന ഓർഗൻ സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം. എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്താണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ് ഹോർമോൺസ്. സോ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്. Endocrine glands are called ductless glands. Why? Endocrine glands do not have duct to carry hormones to tissues. Hormones are transported through blood. Hence, they are called ductless glands. എന്തുകൊണ്ടാണ് എൻഡോക്രൈൻ ഗ്ലാൻസിന് ഡക്ട്ലെസ് ഗ്ലാൻസ്, ഡക്റ്റ് ഇല്ലാത്ത ഗ്ലാൻസ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? എൻഡോക്രൈൻ ഗ്ലാൻസിന് ഹോർമോൺസിനെ ക്യാരി ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഡക്റ്റ് ഇല്ല. ഹോർമോൺസ് ഒക്കെയും റിലീസ് ചെയ്യുന്നത് ബ്ലഡിലേക്കാണ്. ബ്ലഡിനാണ് ഹോർമോൺസിനെ ക്യാരി ചെയ്യുന്നത്. സോ ദേ ആർ കോൾഡ് ഡക്ട്ലെസ് ഗ്ലാൻഡ്സ്. ഡു ദ ഹോർമോൺസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ബ്ലഡ് ഫങ്ഷൻ ഇൻ ഓൾ സെൽസ്? ബ്ലഡിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഹോർമോൺസ് എല്ലാ സെൽസിലും പോയി ഫങ്ഷൻ ചെയ്യുമോ? നോ, ദേ ഫങ്ഷൻ ഓൺലി ഓൺ ഇറ്റ്സ് ടാർഗറ്റ് സെൽ. ഹോർമോൺസ് ഫങ്ഷൻ ചെയ്യുന്നത് അതിൻ്റെ ടാർഗറ്റ് സെല്ലിൽ മാത്രമാണ്. സോ ഓരോ ഹോർമോണിനും ഓരോ ടാർഗറ്റ് സെല്ലുണ്ട്. Hormones to target cell. Then what are these target cells? Each hormone act only upon those cells which have specific receptors. The cells which are acted upon by hormones are called target cells. ഓരോ ഹോർമോൺസും അതിൻ്റെ റിസപ്റ്റേഴ്സ് ഉള്ള സെൽസിൽ മാത്രമേ ഫങ്ഷൻ ചെയ്യുള്ളൂ. അങ്ങനെയുള്ള സെൽസിനെയാണ് ടാർഗറ്റ് സെൽ എന്ന് പറയാം. What are the steps of hormone action? First one, endocrine glands produce hormones. Second, blood carry hormones to target cell. Third, hormone bind to the receptor of target cell. Fourth, hormone receptor complex is formed. 5, enzymes are activated within the target cell. 6, changes occur in cellular activities. ഹോർമോൺസിൻ്റെ ആക്ഷന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറയുകയാണെങ്കിൽ ഏതൊക്കെ സ്റ്റെപ്സ് എന്ന് നോക്കാം. ആദ്യം എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ബ്ലഡ് ഹോർമോൺസിനെ ടാർഗറ്റ് സെല്ലിലേക്ക് കൊണ്ടുപോകും. ഹോർമോൺ റിസെപ്റ്ററായി ബൈൻഡ് ചെയ്യും, ടാർഗറ്റ് സെല്ലിലുള്ള റിസെപ്റ്ററായി ബൈൻഡ് ചെയ്യും. അത് കാരണം ഹോർമോൺ റിസെപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യും. ഇങ്ങനൊരു കോംപ്ലക്സ് ഫോം ചെയ്താൽ സെല്ലിൻ്റെ അകത്തുള്ള എൻസൈംസ് ആക്ടിവേറ്റഡ് ആകും. അത് കാരണം സെല്ലുലാർ ആക്ടിവിറ്റീസിൽ ചേഞ്ചസ് വരും. നെക്സ്റ്റ് ഹെഡിങ് ആഫ്റ്റർ ഡൈജഷൻ. ആഫ്റ്റർ ഡൈജഷൻ ഗ്ലൂക്കോസ് ഈസ് എബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. These glucose reach the cells to produce energy. Pancreas play a major role in this activity. ഡൈജഷൻ കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചു, ഡൈജഷൻ കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ഫോം ചെയ്യും. ഈ ഗ്ലൂക്കോസിനെ ബ്ലഡ് അബ്സോർബ് ചെയ്യും. ഗ്ലൂക്കോസ് പിന്നീട് സെൽസിലേക്ക് എത്തും എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. സോ ഈ പ്രോസസ്സിനെ സഹായിക്കുന്ന ഒരു ഗ്ലാൻഡാണ് പാൻക്രിയാസ്. പാൻക്രിയാസ് ഈസ് ദ ഫസ്റ്റ് ഗ്ലാൻഡ്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ഡിയോഡിനം. ഡിയോഡിനത്തിലേക്ക് കണക്ട് ചെയ്ത് കാണുന്ന ഗ്ലാൻഡാണ് പാൻക്രിയാസ്. പാൻക്രിയാസിൽ കാണുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അതിനകത്ത് രണ്ട് ടൈപ്പ് സെൽസ് ഉണ്ട്, ബീറ്റാ സെൽ ആൻഡ് ആൽഫ സെൽ. ബീറ്റാ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ആൽഫ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗൺ. എന്തൊക്കെയാണ് ഇൻസുലിൻ്റെ ഫംഗ്ഷൻ? കൺവേർട്ട് ഗ്ലൂക്കോസ് ടു ഗ്ലൈക്കോജൻ ഇൻ ദ ലിവർ ആൻഡ് മസിൽസ്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി കൺവേർട്ട് ചെയ്ത് ലിവറിലും മസിലിലും സൂക്ഷിച്ചു വെക്കും. സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിൻ്റെ അപ്ടേക്കിന് സഹായിക്കുന്നതും ഇൻസുലിനാണ്. എന്തൊക്കെയാണ് ഗ്ലൂക്കഗണിൻ്റെ ഫംഗ്ഷൻ? കൺവേർട്ട് ഗ്ലൈക്കോജൻ ഇൻ ദ ലിവർ ടു ഗ്ലൂക്കോസ്. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്. അമിനോ ആസിഡിൽ നിന്നും ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ദീസ് ആർ ദ ടു ഹോർമോൺസ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ പാൻക്രിയാസ്, വിച്ച് ആർ ദ ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗൺ. Next, you can draw a flow chart like this. Okay, normal glucose level എത്രയാണ്? 70 to 110 mg per 100 ml. Suppose if glucose level increases, glucose level നമ്മുടെ ബ്ലഡിൽ കൂടിയാൽ what happens? Pancreas produce insulin. Pancreas ഇൻസുലിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഇൻസുലിൻ കൺവേർട്ട് ഗ്ലൂക്കോസ് ടു ഗ്ലൈക്കോജൻ.
ഗ്ലൂക്കോസ് ആണ് നമ്മുടെ ബോഡിയിൽ കൂടിയിട്ടുള്ളത് അല്ലേ. ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റും? ഗ്ലൈക്കോജൻ ആക്കി മാറ്റും. സോ എക്സ്ട്രാ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായി മാറി നോർമൽ ഗ്ലൂക്കോസ് ലെവലായി മാറും. വാട്ട് ഹാപ്പൻസ് ഇഫ് ഗ്ലൂക്കോസ് ലെവൽ ഡിക്രീസസ്? ഗ്ലൂക്കോസ് ലെവൽ കുറവായാൽ പാൻക്രിയാസ് പ്രൊഡ്യൂസ് വിച്ച് ഹോർമോൺ? ഗ്ലൂക്കഗൺ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഗ്ലൂക്കഗൺ എന്ത് ചെയ്യും? നേരെ പോയി ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഗ്ലൂക്കഗൺ കൺവേർട്ട് ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ്. സോ ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്ത് നോർമലായി മാറും. So this is how insulin and glucagon helps in controlling the level of glucose within the range 70 to 110. When insulin fails, insulin ശരിക്കും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വരുന്ന ഡിസീസ് ആണ് ഡയബറ്റിസ് മെലിറ്റസ്. If the glucose level is above 126 mg per 100 ml before breakfast, the condition is called diabetes mellitus. ഗ്ലൂക്കോസിൻ്റെ നോർമൽ വാല്യൂ 70 to 110 ആണ്. ഇഫ് ഇറ്റ് ഈസ് above 126 മേലെ വന്നാൽ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്താൽ ഇഫ് ഇറ്റ് ഈസ് above 126 then that condition is called what? Diabetes mellitus. എന്തൊക്കെയാണ് കാരണങ്ങൾ? റീസൺസ്: ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഡ്യൂ ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽ. ബീറ്റാ സെല്ലാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ബീറ്റാ സെല്ല് ഡിസ്ട്രോയ് ആയാൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇനബിലിറ്റി ഓഫ് ദ സെൽ ടു യൂട്ടിലൈസ് ദ ഇൻസുലിൻ പ്രൊഡ്യൂസ്ഡ്. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് സെൽസിന് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള കേസസ് വന്നാൽ ഡയബറ്റീസ് മെലിറ്റസ് വരാം. വാട്ട് ആർ ദ സിംറ്റംസ്? ഇൻക്രീസ്ഡ് അപ്പറ്റൈറ്റ് ആൻഡ് തേഴ്സ്റ്റ്, ഫ്രീക്വൻറ്റ് യൂറിനേഷൻ. അപ്പറ്റൈറ്റ് മീൻസ് വിശപ്പ്, തേഴ്സ്റ്റ് ദാഹം, വിശപ്പും ദാഹം കൂടുതലായിരിക്കും. ഫ്രീക്വൻ്റ് ആയി യൂറിൻ പാസ് ചെയ്യും, ഫ്രീക്വൻറ്റ് യൂറിനേഷൻ. ആൻഡ് ഹൗ ക്യാൻ വി ഡയഗ്നോസ് ദിസ്? എങ്ങനെയാണ് ഡയബറ്റീസ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക? ദാറ്റ് ഈസ് ദ ബ്ലഡ് ടെസ്റ്റ് ദാറ്റ് ഡിറ്റർമൈൻ ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ഫോർ 3 months. 3 മാസത്തേക്ക് നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് എത്രയായിരുന്നു എന്നറിയാൻ വേണ്ടി നടത്തുന്ന ബ്ലഡ് ടെസ്റ്റ് വഴി ഡയബറ്റീസ് വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ യൂറിൻ ടെസ്റ്റ് ഓൾസോ. ഓക്കെ, യൂറിനിൽ ഗ്ലൂക്കോസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റാണ് ബെനഡിക്ട് ടെസ്റ്റ്. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു ടെസ്റ്റ് ദ പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ. എന്താണ് പ്രൊസീജിയർ? Take 2 ml of urine sample in a test tube, add 2 ml Benedict solution to it, heat for 2 minutes, observe the change in color, compare the color with glucose indicator. 2 ml urine sample ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. അതിനുശേഷം അതിലേക്ക് ബെനഡിക്സ് റിയേജൻറ്റ് ആഡ് ചെയ്യണം. ബെനഡിക്സ് റിയേജൻറ്റിൻ്റെ കളർ ലൈറ്റ് ബ്ലൂ കളറാണ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഹീറ്റ് ഫോർ 2 minutes, 2 മിനിറ്റ് ഹീറ്റ് ചെയ്യണം, ചൂടാക്കണം. അതിനുശേഷം കളർ ചേഞ്ച് ഒബ്സർവ് ചെയ്യണം. ബ്ലൂ തന്നെ ആണെങ്കിൽ അതിനർത്ഥം യൂറിനിൽ ഗ്ലൂക്കോസ് ഇല്ല എന്നാണ് അർത്ഥം. പിന്നീട് കളർ കോഡ് നോക്കി യൂറിനകത്ത് ഗ്ലൂക്കോസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും. ടെസ്റ്റ് ട്യൂബ് ചൂടാക്കിയതിന് ശേഷം ബ്ലൂ കളർ തന്നെയാണ് കാണുന്നതെങ്കിൽ ഗ്ലൂക്കോസ് ഈസ് ആബ്സെൻറ്റ് ഇൻ യൂറിൻ. യൂറിൻ്റെ അകത്ത് ഗ്ലൂക്കോസ് ആബ്സെൻ്റ് ആണ്. ഗ്രീൻ ഓർ യെല്ലോ കളർ ആണെങ്കിൽ ട്രേസസ് ഓഫ് ഗ്ലൂക്കോസ്, കുറച്ച് ഗ്ലൂക്കോസ് പ്രസൻ്റ് ആണ്. ഓറഞ്ച് ഓർ റെഡ് കളർ വന്നാൽ കുറച്ചും കൂടി ഗ്ലൂക്കോസ് പ്രസൻ്റ് ആണ്. ബ്രിക്ക് റെഡ് കളർ വന്നാൽ യൂറിനകത്ത് ലാർജ് എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് ഉണ്ടെന്നാണ് അർത്ഥം. സോ ദിസ് ടെസ്റ്റ് ഈസ് കോൾഡ് ബെനഡിക്സ് ടെസ്റ്റ്. ആൻഡ് നെക്സ്റ്റ്, സെക്കൻഡ് വൺ, റെഗുലേഷൻ ഓഫ് മെറ്റബോളിസം. ദ അനബോളിക് ആൻഡ് കാറ്റബോളിക് പ്രോസസ് ടേക്കിംഗ് പ്ലേസ് ഇൻ അവർ ബോഡി ഈസ് കോൾഡ് മെറ്റബോളിസം. തൈറോയിഡ് ഗ്ലാൻഡ് പ്ലേ എ മേജർ റോൾ ഇൻ ദിസ്. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന അനബോളിസം ആൻഡ് കാറ്റബോളിസം പ്രോസസ്സിനെയാണ് മെറ്റബോളിസം എന്ന് പറയാം. മെറ്റബോളിക് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്ന ഗ്ലാൻഡാണ് തൈറോയിഡ് ഗ്ലാൻഡ്. ഹോർമോൺസ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. ദർ ആർ 2 hormones, thyroxine and calcitonin. What are the functions of thyroxine? Increases energy production, increases metabolism, accelerate the growth of development of brain in fetal stage and infancy, regulate growth in children. എനർജി പ്രൊഡക്ഷൻ, മെറ്റബോളിസം ഇതൊക്കെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രെയിൻ, ഫീറ്റൽ സ്റ്റേജിലും ഇൻഫാൻസി സ്റ്റേജിലും ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നു. ചിൽഡ്രൻ്റെ കേസിൽ ഗ്രോത്ത് റെഗുലേറ്റ് ചെയ്യാനും സഹായിക്കുന്നു. ആൻഡ് ഫങ്ഷൻസ് ഓഫ് കാൽസിറ്റോണിൻ. ഡിക്രീസസ് ദ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ്. ബ്ലഡിനകത്ത് കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്താൽ ഡിക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. തൈറോയിഡ് ഗ്ലാൻഡ് ഡിസീസസ്. There are 2 diseased conditions, hypothyroidism and hyperthyroidism. Decreased production of thyroxine. Thyroxine production കുറവാണെങ്കിൽ വരുന്ന ഡിസീസാണ് ഹൈപ്പോതൈറോയിഡിസം. ഓവർ പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ. തൈറോക്സിൻ ഹോർമോൺ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്താൽ വരുന്ന ഡിസീസ്ഡ് കണ്ടീഷനാണ് ഹൈപ്പർ തൈറോയിഡിസം. സോ ഹൈപ്പോതൈറോയിഡിസം ചിൽഡ്രനും വരാം, അഡൾട്ടിനും വരാം. ചിൽഡ്രന് വന്നാൽ ഡിസീസിൻ്റെ പേരെന്താണ്? ക്രെട്ടിനിസം.
അഡൾട്ടിന് വന്നാലോ മിക്സോഡീമ. സോ വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് ക്രെറ്റിനിസം? ഫിസിക്കൽ ആൻഡ് മെൻ്റൽ റിട്ടാർഡേഷൻ. വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് മിക്സോഡീമ? ലോ മെറ്റബോളിസം, സ്ലഗിഷ്നെസ്, ഇൻക്രീസ് ഇൻ ബോഡി വെയ്റ്റ്, ഹൈപ്പർ ടെൻഷൻ, ഇൻഫ്ലമേഷൻ ഓഫ് ടിഷ്യൂസ്. ഇനി ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഹൈ മെറ്റബോളിസം, റൈസ് ഇൻ ടെമ്പറേച്ചർ, എക്സസീവ് സ്വെറ്റിംഗ്, ഇൻക്രീസ്ഡ് ഹാർട്ട് ബീറ്റ്, വെയ്റ്റ് ലോസ്, ഇമോഷണൽ ഇംബാലൻസ്. Next, there is a disease called goiter. Iodine is essential for the production of thyroxine. If iodine is absent, the production of thyroxine is blocked. In an attempt to produce more thyroxine, the thyroid gland enlarges. This condition is called goiter. തൈറോക്സിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അയോഡിൻ വേണം. അയോഡിൻ നമ്മുടെ ബോഡിയിൽ ആബ്സെൻ്റ് ആണെങ്കിൽ തൈറോക്സിൻ പ്രൊഡക്ഷൻ ബ്ലോക്ക് ചെയ്യപ്പെടും. സോ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അറ്റംപ്റ്റ് തൈറോയിഡ് ഗ്ലാൻഡ് നടത്തും. അത് കാരണം തൈറോയിഡ് ഗ്ലാൻഡ് സ്വെല്ല് ചെയ്ത് പുറത്തേക്ക് വരും. ആ ഡിസീസിനെയാണ് ഗോയിറ്റർ എന്ന് പറയാം. നെക്സ്റ്റ് ഹെഡിങ്, റെഗുലേഷൻ ഓഫ് ലെവൽ ഓഫ് കാൽഷ്യം. ദ നോർമൽ ലെവൽ ഓഫ് കാൽഷ്യം ഈസ് 9 to 11 mg/100 ml. This is maintained with the help of calcitonin produced by thyroid gland and parathormone produced by parathyroid gland. ബ്ലഡിലുള്ള നോർമൽ കാൽഷ്യം ലെവലാണ് 9 to 11. ഈ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന രണ്ട് ഹോർമോൺസ് ആണ് കാൽസിറ്റോണിനും പാരാതോർമോണും. കാൽസിറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. പാരാതോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പിറകുവശത്ത് കാണുന്ന പാരാതൈറോയിഡ് ഗ്ലാൻഡ് ആണ്. ഇതിൻ്റെ ഫ്ലോ ചാർട്ട് നോക്കാം. നോർമൽ കാൽഷ്യം ലെവൽ 9 to 11 ആണ്. കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്താൽ തൈറോയിഡ് ഗ്ലാൻഡ് കാൽസിറ്റോണിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. കാൽസിറ്റോണിൻ ഹോർമോൺ എന്തിനു സഹായിക്കും? കാൽഷ്യം സ്റ്റോർ കാൽഷ്യം ഫ്രം ബ്ലഡ് ടു ബോൺസ്. ബ്ലഡിൽ നിന്നും എക്സ്ട്രാ കാൽഷ്യം എടുത്ത് ബോൺസിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കും. പ്രിവെൻറ്റ് മിക്സിംഗ് ഓഫ് കാൽഷ്യം ഫ്രം ബോൺ ടു ബ്ലഡ്. ബോൺസിൽ നിന്നും ബ്ലഡിലേക്ക് കാൽഷ്യം വരുന്നത് പ്രിവെൻറ്റ് ചെയ്യും. സോ നോർമൽ ലെവൽ ഓഫ് കാൽഷ്യമായി മാറും. കാൽഷ്യം ലെവൽ ഡിക്രീസ് ചെയ്താൽ പാരാതൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് പാരാതോർമോൺ. സോ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പാരാതോർമോൺ? റീഅബ്സോർബ് കാൽഷ്യം ഫ്രം കിഡ്നി ടു ബ്ലഡ്. കിഡ്നിയിൽ നിന്നും ബ്ലഡിലേക്ക് കാൽഷ്യം കൊണ്ടുവരും. പ്രിവെൻറ്റ് സ്റ്റോറേജ് ഓഫ് കാൽഷ്യം ഇൻ ബോൺസ്. കാൽഷ്യം ബോൺസിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യും. സോ നോർമൽ ലെവൽ ഓഫ് കാൽഷ്യമായി മാറും. സോ ദിസ് ഈസ് ഹൗ calcitonin and parathormone work together for controlling the normal level of calcium in blood. Next heading, the gland only up to youth. Thymus gland, which produces a hormone called thymosin, otherwise called youth hormone. What are the functions of thymosin? Maturation of T lymphocyte. T lymphocyte helps in immunity. T lymphocytes in the formation help in the hormone ആണ് thymosin. T lymphocytes ആണ് നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റി നൽകുന്നത്, ഇമ്മ്യൂണിറ്റി പവർ. തൈമസ് ഗ്ലാൻഡ് ഈസ് ആക്റ്റീവ് ഡ്യൂറിങ് ഇൻഫാൻസി ബട്ട് കോൺസ്ട്രിക്ട്സ് ആസ് വി റീച്ച് പ്യൂബേർട്ടി. നമ്മൾ ഇൻഫൻ്റ് ആയിരിക്കുന്ന സമയത്ത്, ചൈൽഡ് ആയിരിക്കുന്ന സമയത്ത് തൈമസ് ഗ്ലാൻഡ് ആക്റ്റീവ് ആയിരിക്കും. സോ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടുതലായിരിക്കും. നമ്മളുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് തൈമസ് ഗ്ലാൻഡിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് വരും. സോ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞുകൊണ്ട് വരും. നെക്സ്റ്റ് ഈസ് അഡ്രീനൽ ഗ്ലാൻഡ്. കിഡ്നീൻ്റെ മേലെ കാണുന്ന ഗ്ലാൻഡാണ് അഡ്രീനൽ ഗ്ലാൻഡ്. It has two parts, inner medulla and outer cortex. Inner medulla region പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസ് ആണ് എപ്പിനെഫ്രിൻ ആൻഡ് നോറെപ്പിനെഫ്രിൻ. എപ്പിനെഫ്രിൻ ആക്ട് along with the sympathetic nervous system during emergency. Thus we can resist such situations. Norepinephrine or noradrenaline act along with epinephrine. So epinephrine and norepinephrine എമർജൻസി സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ ബോഡിയെ സഹായിക്കുന്നു. ആൻഡ് ഔട്ടർ കോർട്ടെക്സ് റീജിയൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ ആൻഡ് സെക്സ് ഹോർമോൺസ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദീസ് ഹോർമോൺസ്? കോർട്ടിസോൾ പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ് ഫ്രം പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. പ്രോട്ടീൻ ആൻഡ് ഫാറ്റിൽ നിന്നും ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സ്ലോ ഡൗൺ ദ ആക്ഷൻ ഓഫ് ഡിഫൻസ് സെൽസ്, കൺട്രോൾ ഇൻഫ്ലമേഷൻ ആൻഡ് അലർജി. ഡിഫൻസ് സെൽസിൻ്റെ ആക്ടിവിറ്റി സ്ലോ ഡൗൺ ചെയ്യാൻ സഹായിക്കുന്നു. ഇൻഫ്ലമേഷനും അലർജിയും കൺട്രോൾ ചെയ്യുന്നു. Aldosterone maintain salt water level by acting in kidney, maintain blood pressure. Salt water level ബാലൻസ് ചെയ്യാനും ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്ന ഹോർമോണാണ് ആൽഡോസ്റ്റിറോൺ. സെക്സ് ഹോർമോൺ കൺട്രോൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സെക്സ് ഓർഗൻസ്. സെക്സ് ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന ഹോർമോണാണ് സെക്സ് ഹോർമോൺസ്. ആൻഡ് ഹിയർ യു ക്യാൻ സീ ദ ആക്ഷൻ ഓഫ് എപ്പിനെഫ്രിൻ ആൻഡ് നോറെപ്പിനെഫ്രിൻ പ്രൊലോങ്സ് ബോഡി ആക്ടിവിറ്റീസ് ഫോർ എ ലോങ്ങർ ടൈം when the sympathetic nervous system gets stimulated.
This is an example for coordinated activity of the nervous system and endocrine system. നമ്മുടെ nervous സിസ്റ്റവും endocrine സിസ്റ്റം ഹോർമോൺ സിസ്റ്റവും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതിന് ഒരു എക്സാമ്പിളാണ് നോർ എപ്പിനെഫ്രിൻ ആൻഡ് എപ്പിനെഫ്രിനും സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അതിൽ നിന്നും നമ്മളെ രക്ഷപ്പെടാൻ സഹായിക്കുന്നത് എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ ആൻഡ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ്. നെക്സ്റ്റ്, ബയോളജിക്കൽ ക്ലോക്ക്. Pineal gland is our biological clock. It produces a hormone called melatonin. ബ്രെയിനിലാണ് പീനിയൽ ഗ്ലാൻഡിൻ്റെ ലൊക്കേഷൻ. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മെലാറ്റോണിൻ? കൺട്രോൾ സ്ലീപ്പിംഗ് ആൻഡ് വേക്കിംഗ് അപ്പ്, മെയിൻറ്റെയിൻ റിതം ഓഫ് ഡെയിലി ആക്ടിവിറ്റീസ്, പ്രൊഡക്ഷൻ ഓഫ് മെലാറ്റോണിൻ ഈസ് ഹൈ അറ്റ് നൈറ്റ് ആൻഡ് ലോ ഡ്യൂറിംഗ് ഡേ, കൺട്രോൾ റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ഓഫ് ഓർഗാനിസംസ് ദാറ്റ് ഹാവ് ഡെഫിനിറ്റ് റീപ്രൊഡക്റ്റീവ് പീരീഡ്സ്. നമ്മുടെ സ്ലീപ്പിംഗ് ആൻഡ് വേക്കിംഗ് അപ്പ് കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. ഡെയിലി ആക്ടിവിറ്റീസിൻ്റെ ഒരു റിതം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതും മെലാറ്റോണിൻ ആണ്. രാത്രി ആയാലും മെലാറ്റോണിൻ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും, രാവിലെ മെലാറ്റോണിൻ പ്രൊഡക്ഷൻ കുറവായിരിക്കും. ചില ഓർഗാനിസംസിൽ റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യാനും മെലാറ്റോണിൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്, ബിഹൈൻഡ് ഗ്രോത്ത്. Growth of the body takes place under the control of hormones. The pituitary gland produces hormones responsible for growth. നമ്മുടെ ഗ്രോത്ത് കൺട്രോൾ ചെയ്യുന്നതും ഹോർമോൺസ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഗ്രോത്തിന് സഹായിക്കുന്നു. ആൻഡ് വിച്ച് വൺ ഈസ് ദ ഗ്രോത്ത് ഹോർമോൺ? ദാറ്റ് ഈസ് സൊമാറ്റോട്രോപ്പിൻ, ഹെൽപ്സ് ഇൻ ഗ്രോത്ത് ഓഫ് ദ ബോഡി. ഗ്രോത്ത് ഹോർമോൺ ഡിസീസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദർ ആർ 3 ഡിസോർഡേഴ്സ്: ജൈജാൻഡിസം, ഡ്വാർഫിസം, അക്രോമെഗാലി. സോ വാട്ട് ഈസ് ദ റീസൺ ഫോർ ജൈജാൻഡിസം? പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ഇൻക്രീസസ് ഡ്യൂറിംഗ് ഗ്രോത്ത് ഫേസ്. ഗ്രോത്ത് ഫേസിൽ സൊമാറ്റോട്രോപ്പിൻ ഓർ ഗ്രോത്ത് ഹോർമോൺ പ്രൊഡക്ഷന് ഇൻക്രീസ് ചെയ്താൽ ജൈജാൻഡിസം വരും. ജൈജാൻഡിക് മീൻസ് സിംറ്റംസ് എന്നാണ്? എക്സസീവ് ഗ്രോത്ത് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡി ഓവറായി ഗ്രോ ചെയ്യും. ഡ്വാർഫിസം, പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ഡിക്രീസസ് ഡ്യൂറിങ് ഗ്രോത്ത് ഫേസ്. ഗ്രോത്ത് ഫേസിൽ സൊമാറ്റോട്രോപ്പിൻ്റെ പ്രൊഡക്ഷൻ കുറവാണെങ്കിലാണ് ഡ്വാർഫിസം വരാം. വാട്ട് ഈസ് ദ സിംറ്റം? ഷോർട്ട് ബോഡി ആയിരിക്കും അല്ലേ. അക്രോമെഗാലി, പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ഇൻക്രീസസ് ആഫ്റ്റർ ഗ്രോത്ത് ഫേസ്. ഗ്രോത്ത് പീരീഡൊക്കെ കഴിഞ്ഞു, നോർമലാണ്. പക്ഷെ അതിനുശേഷം ഗ്രോത്ത് ഹോർമോൺ ഇൻക്രീസ് ചെയ്താൽ, സൊമാറ്റോട്രോപ്പിൻ ഇൻക്രീസ് ചെയ്താൽ വരുന്ന ഡിസീസാണ് അക്രോമെഗാലി. വാട്ട് ആർ ദ സിംറ്റംസ്? ഗ്രോത്ത് ഓഫ് ദ ബോൺസ് ഓൺ ഫേസ്, ജോസ് ആൻഡ് ഫിംഗേഴ്സ്. സ്ട്രക്ചർ ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് സീൻ ബിലോ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിന് താഴെയായി കാണുന്ന ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇറ്റ് ഹാസ് 2 lobes. വിച്ച് ആർ ദ 2 lobes? ആൻറ്റീരിയർ ലോബ് ആൻഡ് പോസ്റ്റീരിയർ ലോബ്. ആൻറ്റീരിയർ ലോബ്, the releasing hormone from hypothalamus reach anterior lobe through portal vein. Anterior lobe produces tropic hormones. ഹൈപ്പോതലാമസിൽ നിന്നും റിലീസിങ് ഹോർമോൺ ആൻറ്റീരിയർ ലോബിലേക്ക് എത്തുന്നത് പോർട്ടൽ വെയിൻ വഴിയാണ്. ആൻറ്റീരിയർ ലോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ട്രോപ്പിക് ഹോർമോൺസ്. ട്രോപ്പിക് ഹോർമോൺസ് കൂടാതെ ആൻറ്റീരിയർ ലോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഗ്രോത്ത് ഹോർമോൺ ഓർ സൊമാറ്റോട്രോപ്പിൻ ആൻഡ് പ്രോലാക്റ്റിൻ. Next one, posterior lobe. Neurosecretory cells of hypothalamus produce oxytocin and vasopressin. These hormones reach the posterior lobe through nerve fiber. Posterior lobes store these hormones. ഹൈപ്പോതലാമസിലുള്ള ന്യൂറോസെക്രീറ്ററി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സിറ്റോസിനും വാസോപ്രസിനും നെക്സ്റ്റ് ഹൈപ്പോതലാമസിൽ നിന്നും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പോസ്റ്റീരിയർ ലോബിലെത്തി അവിടെ സ്റ്റോർ ചെയ്യപ്പെടും. എങ്ങനെയാണ് പോസ്റ്റീരിയർ ലോബിലേക്ക് എത്തുക? ത്രൂ നെർവ് ഫൈബേഴ്സ്. സോ പോസ്റ്റീരിയർ ലോബാണ് ഓക്സിറ്റോസിനെയും വാസോപ്രസിനെയും സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് പോസ്റ്റീരിയർ ലോബിനെ പറയുന്നത് സ്റ്റോറേജ് സെൻറ്റർ എന്നാണ്. ട്രോപ്പിക് ഹോർമോൺസ്. ദീസ് ആർ ദ ഹോർമോൺസ് വിച്ച് റെഗുലേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് അതർ ഗ്ലാൻഡ്സ്. മറ്റുള്ള ഗ്ലാൻഡ്സിൻ്റെ ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ട്രോപ്പിക് ഹോർമോൺസ്. ദേ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ആൻറ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബാണ് ഇവയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ TSH, ACTH, GTH. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദ ആൻറ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഏതൊക്കെയാണ്? ട്രോപ്പിക് ഹോർമോൺസ്. 3 ട്രോപ്പിക് ഹോർമോൺസ് വിച്ച് ആർ ദേ? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഓർ TSH. വാട്ട് ഈസ് ഇറ്റ്സ് ഫംഗ്ഷൻ? സ്റ്റിമുലേറ്റ് തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ACTH സ്റ്റിമുലേറ്റ് അഡ്രീനൽ ഗ്ലാൻഡ്, കോർട്ടിക്സ് റീജിയൻ ഓഫ് അഡ്രീനൽ ഗ്ലാൻഡ്. ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ GTH സ്റ്റിമുലേറ്റ് ടെസ്റ്റിസ് ഇൻ മെയിൽ ആൻഡ് ഓവറീസ് ഇൻ ഫീമെയിൽ, ദാറ്റ് ഈസ് സ്റ്റിമുലേറ്റ് ഗൊണാഡ്സ്. ഇത് 3 ട്രോപ്പിക് ഹോർമോൺസ്. ഇത് കൂടാതെ
ആൻറ്റീരിയർ ലോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. ഗ്രോത്ത് ഹോർമോൺ GH ഓർ സൊമാറ്റോട്രോപിക് ഹോർമോൺ STH പ്രൊമോട്ട് ഗ്രോത്ത് ഓഫ് ദ ബോഡി ആൻഡ് പ്രോലാക്റ്റിൻ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് പ്രൊഡക്ഷന് സഹായിക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ. സോ ദീസ് ആർ ദ ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ വിച്ച് ലോബ്? ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. നെക്സ്റ്റ്, നേരത്തെ പറഞ്ഞു നമ്മൾ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സിറ്റോസിനും വാസോപ്രസിനും സ്റ്റോർ ചെയ്യുന്നത് ആരാണ്? പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. അതാണ് നെക്സ്റ്റ് എഴുതാൻ പോകുന്നത്. ഓക്കെ, ചൈൽഡ് ബർത്ത്, ബ്രസ്റ്റ് ഫീഡിംഗ്, മെയിൻ്റനൻസ് ഓഫ് വാട്ടർ ബാലൻസ്, ഹോർമോൺസ് ആൻഡ് ഫങ്ഷൻ, ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ ഇത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. സ്റ്റോർ ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പോസ്റ്റീരിയർ ലോബാണ്. സോ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഓക്സിറ്റോസിൻ? ഹെൽപ്സ് ഇൻ ചൈൽഡ് ബർത്ത് by stimulating the contraction of smooth muscle in uterus, helps in lactation. ചൈൽഡ് ബർത്തിന് സഹായിക്കുന്നു, ലാക്ടേഷൻ മിൽക്ക് പ്രൊഡക്ഷനും സഹായിക്കുന്നു. വാസോപ്രസിൻ ഓർ ആൻറ്റി ഡയററ്റിക് ഹോർമോൺ ഓർ ADH helps in the reabsorption of water in kidney. കിഡ്നിയിൽ നിന്നും വാട്ടർ റീഅബ്സോർവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആൻറ്റി ഡയററ്റിക് ഹോർമോൺ ഓർ ADH. That is, these hormones are produced by the neurosecretory cells of hypothalamus. ഹൈപ്പോതലാമസിൻ്റെ ന്യൂറോസെക്രീറ്ററി സെൽസ് ആണ് ഈ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദേ ആർ സ്റ്റോർഡ് ഇൻ പോസ്റ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പക്ഷേ സ്റ്റോർ ചെയ്യുന്നത് ആരാണ്? പോസ്റ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ദേ ആർ റിലീസ്ഡ് ഇൻ ടു ബ്ലഡ് വെൻ റിക്വയർഡ്. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള സമയത്ത് പോസ്റ്റീരിയർ ലോബിൽ നിന്നും ഈ ഹോർമോൺസ് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. വാസോപ്രസിൻ ഓർ ADHൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എന്തിനാണ് സഹായിക്കുന്നത്? വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് അല്ലേ. സോ നോർമൽ ലെവൽ ഓഫ് വാട്ടർ ഇൻ ബ്ലഡ്. സപ്പോസ് വാട്ട് ഹാപ്പൻസ് ഇഫ് വാട്ടർ ലെവൽ ഇൻക്രീസസ്? വാട്ടർ ലെവൽ കൂടിയാൽ നമ്മൾ സ്വെറ്റ് ചെയ്യാത്ത സമയത്താണ്, അതായത് വിയർക്കാത്ത സമയത്ത് നമ്മുടെ ബോഡിക്കകത്ത് വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യും. എപ്പോഴാണ് നമ്മൾ വിയർക്കാത്തത്? ഡ്യൂറിങ് റെയിനി സീസൺ ഓർ വിൻ്റർ സീസൺ. റെയിനി സീസൺ വന്നാലോ വിൻ്റർ സീസൺ വന്നാലോ തണുപ്പായിരിക്കും. സോ നമ്മൾ വിയർക്കുന്നത് കുറവായിരിക്കും. അത് കാരണം നമ്മുടെ ബോഡിക്കകത്ത് വാട്ടർ ലെവൽ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വാട്ട് ഹാപ്പൻസ്? വാസോപ്രസിൻ ഓർ ADH പ്രൊഡക്ഷൻ ഡിക്രീസസ്. വാസോപ്രസിൻ്റെ പ്രൊഡക്ഷന് കുറവായിരിക്കും. അത് കാരണം റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ കിഡ്നി ഡിക്രീസസ്. കിഡ്നിയിൽ നിന്നും നമ്മുടെ ബോഡിയിലേക്ക് വെള്ളം റീഅബ്സോർബ് ചെയ്യത്തില്ല. ഓക്കെ, ആസ് എ റിസൾട്ട് കിഡ്നിയിൽ വെള്ളത്തിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. അതൊക്കെയും യൂറിനായി മാറും. സോ ക്വാണ്ടിറ്റി ഓഫ് യൂറിൻ ഇൻക്രീസസ്. സോ വാട്ടർ ലെവൽ നോർമലായി മാറും. സോ നമ്മുടെ ബോഡിയിൽ വാട്ടർ ലെവൽ കൂടിയാൽ വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും, റീഅബ്സോർപ്ഷന് കുറവായിരിക്കും. അത് കാരണം ക്വാണ്ടിറ്റി ഓഫ് യൂറിൻ ഇൻക്രീസ് ചെയ്യും. സോ നമ്മുടെ ബോഡിയിലുള്ള എക്സ്ട്രാ വാട്ടറൊക്കെ യൂറിനായി മാറി. സോ നോർമൽ ലെവൽ ഓഫ് വാട്ടർ മെയിൻറ്റെയിൻ ചെയ്തു. നെക്സ്റ്റ്, ഓപ്പോസിറ്റ് കേസ്. സമ്മർ സീസൺ ആയാൽ നമ്മൾ കൂടുതൽ സ്വെറ്റ് ചെയ്യും. അത് കാരണം നമ്മുടെ ബോഡിയിലുള്ള വാട്ടറൊക്കെ സ്വെറ്റായി പുറത്തേക്ക് റിലീസ് ചെയ്യും. സോ ബോഡിക്കകത്ത് വാട്ടർ ലെവൽ കുറവായിരിക്കും. വാട്ടർ ലെവൽ ഡിക്രീസസ്. സോ അറ്റ് ദാറ്റ് ടൈം വാട്ട് ഹാപ്പൻസ്? വാസോപ്രസിൻ ഓർ ADH പ്രൊഡക്ഷൻ ഇൻക്രീസസ്. ADH പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. സോ റീഅബ്സോർപ്ഷനും ഇൻക്രീസ് ചെയ്യും അല്ലെ. റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ കിഡ്നി ഇൻക്രീസ് ചെയ്യും. സോ കിഡ്നിയിലുള്ള വെള്ളം മുഴുവൻ നമ്മുടെ ബോഡിയിലേക്ക് റീഅബ്സോർബ് ചെയ്യപ്പെടും. അത് കാരണം ക്വാണ്ടിറ്റി ഓഫ് യൂറിൻ ഡിക്രീസ് ചെയ്യും. യൂറിൻ പ്രൊഡക്ഷന് കുറവായിരിക്കും. സമ്മർ സീസണിൽ യൂറിൻ പ്രൊഡക്ഷന് കുറവാണല്ലോ അല്ലേ. സോ നോർമൽ ലെവൽ ഓഫ് വാട്ടർ ഇൻ അവർ ബ്ലഡ്. സോ ദിസ് ഈസ് ഹൗ വാസോപ്രസിൻ റെഗുലേറ്റ് ദ ലെവൽ ഓഫ് വാട്ടർ ഇൻ അവർ ബോഡി. നെക്സ്റ്റ്, ഇഫ് വാസോപ്രസിൻ ഓർ ADH പ്രൊഡക്ഷൻ ഡിക്രീസസ്. നമ്മുടെ ബോഡിയിൽ വാസോപ്രസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ഡിക്രീസ് ആണ് പ്രൊഡക്ഷൻ എങ്കിലോ there occurs a disease called diabetes insipidus. It is the condition in which excess amount of urine is eliminated. So വാസോപ്രസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? കിഡ്നിയിൽ നിന്നും വെള്ളം റീഅബ്സോർബ് ചെയ്യണം. സോ നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ വാസോപ്രസിൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ കിഡ്നിയിലുള്ള എല്ലാ വെള്ളവും യൂറിനായി മാറും. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് എക്സസ് എമൗണ്ട് ഓഫ് യൂറിൻ ഈസ് എലിമിനേറ്റഡ്. ഒരുപാട് യൂറിൻ നമ്മൾ പുറത്തേക്ക് റിലീസ് ചെയ്യും. ആൻഡ് ദാറ്റ് ഡിസീസ് ഇസ് കോൾഡ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. സോ വാട്ട് ഈസ് ദ റീസൺ? ഡിക്രീസ് ഇൻ വാസോപ്രസിൻ പ്രൊഡക്ഷൻ. As a result of that, reabsorption of water in kidney decreases. കിഡ്നിയിൽ നിന്നും വാട്ടർ റീഅബ്സോർപ്ഷൻ കുറവായിരിക്കും. സിംറ്റംസ് എന്താണ്? ഫ്രീക്വൻറ്റ് യൂറിനേഷൻ, കണ്ടിന്യൂസ് ആയി യൂറിൻ പാസ് ചെയ്യും. ആൻഡ് ഓൾസോ ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ്, ദാഹം കൂടുതലായിരിക്കും. നെക്സ്റ്റ്, ബിഹൈൻഡ് സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഗൊണാഡ്സ് ആണ് ഗ്ലാൻസ്. ടെസ്റ്റിസ് ഇൻ മെയിൽ. മെയിലിൽ കാണുന്ന ഗ്ലാൻഡ് ആണ് ടെസ്റ്റിസ്. ഫീമെയിലിൽ കാണുന്ന ഗ്ലാൻഡ് ആണ് ഓവറി. ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ. ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസ് ആണ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്റ്റിറോൺ. ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്?
control secondary sexual characters like change in voice, growth of hair, development of reproductive organs, sperm production, etc. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സും സ്പേം പ്രൊഡക്ഷനും കൺട്രോൾ ചെയ്യുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഈസ്ട്രജൻ കൺട്രോൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, ഓവുലേഷൻ, മെൻസ്ട്രുവൽ സൈക്കിൾ. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സും ഓവുലേഷൻ, ഓവം റിലീസിംഗ് പ്രോസസ്സും മെൻസ്ട്രുവൽ സൈക്കിളും കൺട്രോൾ ചെയ്യുന്നത് ഈസ്ട്രജൻ ആണ്. പ്രൊജസ്റ്റിറോൺ കൺട്രോൾ ഓവുലേഷൻ, ഓവം റിലീസിങ്ങിന് സഹായിക്കുന്നു, മെൻസ്ട്രുവൽ സൈക്കിളിന് സഹായിക്കുന്നു. ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ ഇൻ യൂട്രസ്, എംബ്രിയോ യൂട്രസിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയും സഹായിക്കുന്നു. നെക്സ്റ്റ്, പ്രൈം കൺട്രോളർ. ദ ഹൈപ്പോതലാമസ് കൺട്രോൾ ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് എൻറ്റയർ എൻഡോക്രൈൻ സിസ്റ്റം ബൈ പ്രൊഡ്യൂസിങ് റിലീസിങ് ഹോർമോൺസ് ആൻഡ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്. സോ നമ്മുടെ ബോഡിയിലുള്ള പ്രൈം കൺട്രോളർ എന്ന് പറയുന്ന ഗ്ലാൻഡ് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്നു, എൻറ്റയർ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നു. കാരണം ഹൈപ്പോതലാമസ് 2 ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, റിലീസിങ് ഹോർമോൺസ് ആൻഡ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്. So hypothalamus produces releasing hormone and inhibiting hormone. Releasing hormone stimulate the anterior lobe of pituitary gland and secrete tropic hormones. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ട്രോപ്പിക് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് റിലീസിങ് ഹോർമോൺ. ഏതൊക്കെ ട്രോപ്പിക് ഹോർമോൺസ് ആണ്? TSH, ACTH ആൻഡ് GTH. ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഇൻഹിബിറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ട്രോപ്പിക് ഹോർമോൺസ്. സോ ട്രോപ്പിക് ഹോർമോൺസിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ഷന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്. സോ ദീസ് ആർ ദ ഹോർമോൺസ് ദാറ്റ് ആർ പ്രസൻറ്റ് ഇൻ ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റം. Next topic, pheromones. The chemical substances that are secreted by certain animals to the surroundings for communication are called pheromones. ചില അനിമൽസ് സറൗണ്ടിങ്സിലേക്ക് റിലീസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ് ഫിറമോൺസ്. ഫോർ വാട്ട് പർപ്പസ്? ഫോർ കമ്മ്യൂണിക്കേഷൻ. ഫിറമോൺസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫോർ കമ്മ്യൂണിക്കേഷൻ, ടു അട്രാക്ട് മേറ്റ്സ്, ടു ഇൻഫോം ദ അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ടു ഡിറ്റർമൈൻ ദ പാത്ത് ഓഫ് ട്രാവൽ, ടു സിഗ്നൽ ഡേഞ്ചേഴ്സ്, to live in colonies. Example in the case of honeybees and termites. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്റ്റ് ചെയ്യാനും ഫുഡിൻ്റെ അവൈലബിലിറ്റി മറ്റുള്ളവരെ അറിയിക്കാനും പാത്ത് ഓഫ് ട്രാവൽ ഡിറ്റർമൈൻ ചെയ്യാനും ഡേഞ്ചേഴ്സ് മറ്റുള്ളവർക്ക് സിഗ്നൽ ചെയ്യാൻ വേണ്ടിയും കോളനീസായി ഒന്നിച്ച് താമസിക്കാൻ വേണ്ടിയും ഓർഗാനിസംസ് ഫിറമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫിറമോൺസ് റിലീസ് ചെയ്ത് കോളനീസായി ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ് ഹണിബീസ് ആൻഡ് ടെർമൈറ്റ്സ്. എക്സാമ്പിൾസ് ഫോർ ഫിറമോൺസ്: മസ്കോൺ പ്രൊഡ്യൂസ്ഡ് ബൈ മസ്ക് ഡിയർ, സിവറ്റോൺ പ്രൊഡ്യൂസ്ഡ് ബൈ സിവറ്റ് കാറ്റ്, ബോംബിക്കോൾ ഫിറമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ഫീമെയിൽ സിൽക്ക് വോം മോത്ത്. ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. ആൻഡ് ആർട്ടിഫിഷ്യൽ ഫിറമോൺസ് ആർ യൂസ്ഡ് ഫോർ പെസ്റ്റ് കൺട്രോൾ ഇൻ അഗ്രികൾച്ചറൽ ഫീൽഡ്. അഗ്രികൾച്ചറൽ ഫീൽഡിൽ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ഫിറമോൺസ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, പ്ലാൻ ഹോർമോൺസ്. ഹോർമോൺസ് ആൻഡ് ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗിബർലിൻ, ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റോർഡ് ഫുഡ് ഫോർ ജാമിനേഷൻ, സ്പ്രൗട്ടിംഗ് ഓഫ് ലീവ്സ്. സീഡ് ജാമിനേറ്റ് ചെയ്ത് പ്ലാന്റ് ആവാൻ വേണ്ടി ആവശ്യമായ ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് ഗിബർലിൻ. ആൻഡ് ഓൾസോ ഫോർ സ്പ്രൗട്ടിംഗ് ഓഫ് ലീവ്സ്, ലീവ് ഫോർമേഷനും സഹായിക്കുന്നു. സെക്കൻഡ് ഹോർമോൺ ഓക്സിൻ, സെൽ ഗ്രോത്ത്, സെൽ ഇലോങ്ങേഷൻ, ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ്, ഫ്രൂട്ട് ഫോർമേഷൻ ഇതിന് സഹായിക്കുന്നു. സൈറ്റോകിനിൻ, സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ, സെൽ ഡിഫറൻസിയേഷൻ. ആബ്സിസിക് ആസിഡ്, ഡോർമെൻസി ഓഫ് ദ എംബ്രിയോ, ഡ്രോപ്പിംഗ് ഓഫ് റൈപ്പൻഡ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. എഥിലിൻ, റൈപ്പനിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. എക്സസ് എമൗണ്ട് ഓഫ് എഥിലിൻ കോസസ് ഡ്രോപ്പിംഗ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഇതൊക്കെയാണ് പ്ലാൻ ഹോർമോൺസ്. സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ, സെൽ ഡിഫറൻസിയേഷന് സഹായിക്കുന്ന ഹോർമോണാണ് സൈറ്റോകിനിൻ. എംബ്രിയോന്റെ ഡോർമെൻസി, ദാറ്റ് ഈസ് സ്ലീപ്പിംഗ് സ്റ്റേജ്. ഡ്രോപ്പിംഗ് ഓഫ് റൈപ്പൻഡ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്, റൈപ്പൻ ചെയ്ത ലീവ്സും ഫ്രൂട്ട്സും ഡ്രോപ്പ് ചെയ്ത് താഴെ വീഴാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് ആബ്സിസിക് ആസിഡ്. ഫ്രൂട്ട്സിൻ്റെ റൈപ്പനിങ്ങിന് സഹായിക്കുന്ന ഹോർമോണാണ് എഥിലിൻ. എക്സസ് എമൗണ്ട് എഥിലിൻ ഉണ്ടായാൽ അത് ലീവ്സിൻ്റെ ഡ്രോപ്പിങ്ങിന് കാരണമാകും, ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സിൻ്റെ ഡ്രോപ്പിങ്ങിന് കാരണമാകും. ആർട്ടിഫിഷ്യൽ പ്ലാൻ ഹോർമോൺസ്. ഓക്സിൻ എന്താണ് ഫങ്ഷൻ? ടു പ്രിവെൻറ്റ് ഡ്രോപ്പിംഗ് ഓഫ് പ്രീ മെച്ചർ ഫ്രൂട്ട്സ്, സ്പ്രൗട്ടിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് ആസ് വി ഡിസൈഡ്. പ്രീ മെച്ചർ ആയിട്ടുള്ള, മെച്ചർ ആവുന്നതിന് മുമ്പ് ഫ്രൂട്ട്സ് ഡ്രോപ്പ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഓക്സിൻ യൂസ് ചെയ്യും. റൂട്ട് ഫോർമേഷന് വേണ്ടിയും യൂസ് ചെയ്യും. വീഡ്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി വീഡിസൈഡായും യൂസ് ചെയ്യും. നെക്സ്റ്റ് വൺ, ഗിബർലിൻ, ഫ്രൂട്ട് സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഇൻ ഗ്രേപ്സ് ആൻഡ് ആപ്പിൾ. ഇൻക്രീസ് ഫ്രൂട്ട് സൈസ് ഇൻ ഗ്രേപ്സ് ആൻഡ് ആപ്പിൾ. പ്രിവെൻറ്റ് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് ടു അസിസ്റ്റ് മാർക്കറ്റിംഗ്. എഥിലിൻ,
ഫ്ലവറിംഗ് ഓഫ് പൈനാപ്പിൾ പ്ലാന്റ്സ് അറ്റ് എ ടൈം, ഒന്നിച്ച് ഫ്ലവർ ചെയ്യാൻ വേണ്ടി. റൈപ്പനിങ് ഓഫ് ടൊമാറ്റോ, ലെമൺ, ഓറഞ്ച് എക്സെട്ര. എഡിഫോൺ ട്രാൻസ്ഫോംസ് ഇൻ ടു എഥിലിൻ, ഇൻക്രീസസ് latex production in rubber trees. Latex means rubber milk. Okay, it is available in liquid form. And next one, abscisic acid. It is used for harvesting fruits at the same time. ഒന്നിച്ച് ഫ്രൂട്ട്സ് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി abscisic acid യൂസ് ചെയ്യും. Synthesis of artificial plant hormones. Plant hormones are synthesized artificially by identifying the chemical structure of the hormones. ഹോർമോൺസിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ മനസ്സിലാക്കിയാണ് ആർട്ടിഫിഷ്യൽ ഹോർമോൺസ് നിർമ്മിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള നോട്ട്സ് ആണിത്. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ റെഫറിങ് ദിസ് ചാനൽ. താങ്ക് യു സോ മച്ച്.